ഗൈസ് റീസെന്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണാനിടയായി. ആ ഒരു വീഡിയോ ആണിത്. അതായത് ഒരു ഇൻഫ്ലുവൻസർ അദ്ദേഹത്തിൻ്റെ താടി മീശയും കംപ്ലീറ്റ്ലി ട്രിം ചെയ്തിട്ട് ഷേവ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ അതിനിപ്പോൾ എന്താണ്, ഇതൊരു നോർമൽ വീഡിയോ അല്ലേ എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ആണ് ഹൈലൈറ്റ്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കമൻറ്റ്സ് വന്നതെന്ന് ഞാൻ ഒരുപാട് നേരം ചിന്തിച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ക്ലീൻ ഷേവ് ചെയ്താൽ അതുപോലെ തന്നെ താടി മീശ ഇല്ലാത്തവരൊക്കെ ഗേ ആണെന്നൊരു ചിന്താഗതി ഇപ്പോഴുണ്ട്. അതായത് ഗേ ആയിട്ടുള്ള ആളുകൾക്ക് താടി മീശ വളർത്തുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അവർ ക്ലീൻ ഷേവ് ചെയ്യും. സോ ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ഗൈസ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ക്ലീൻ ഷേവ് ചെയ്യുന്നവരൊക്കെ ഗേ ആണെന്ന്? നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അതായത് ഈ രണ്ട് പിക്ചറിലുള്ള ആളുകൾ, ബാറ്റ്മാൻ ആൻഡ് സൂപ്പർമാൻ, ഇവർ രണ്ടുപേരും പുരുഷത്വത്തിന്റെ ഭൗതികം എന്നാണ് പറയപ്പെടുന്നത്. അതായത് കേട്ടിട്ടില്ലേ, മാൻ ആൻഡ് വുമൺ. സോ എന്തുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും താടി മീശയില്ല? ആൻഡ് ഗൈസ്, അതുപോലെ വേറൊരു കാര്യം കാണിക്കാം. ഈ രണ്ട് പിക്ചറിലുള്ള ആൾക്കാരെ നോക്കിയേ. ഇതിൽ താടിയുള്ള ഇദ്ദേഹം ഒരു LGBT മെമ്പറാണ്. അതേസമയം ഇപ്പോഴത്തെ താടി മീശ ഇല്ലാതെ ഇദ്ദേഹം ഒരു നോർമൽ സിറ്റിസൺ ആണ്, അതായത് ഒരു ആണാണ്. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു വരുന്നത് ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ എ കവർ. സോ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ ഫസ്റ്റ് ടൈം നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്, വീഡിയോ ലൈക്ക് കൂടെ ചെയ്തേക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, പൊതുവേ നമ്മളുടെ ഇന്ത്യൻസിനും മലയാളീസിനും ഉള്ള ഒരു മെന്റാലിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് താടി പുരുഷത്വത്തിന്റെ അടയാളമാണ്. ഓഫ്കോഴ്സ് ശരിയാണ്. പക്ഷെ അതില്ലാത്തവരൊക്കെ ആണുങ്ങളല്ല എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. അതായത് ക്ലീൻ ഷേവ് ചെയ്യുന്നവർക്ക് ഗേ ആണ്. അതായത് അവർക്ക് ആണുങ്ങളെപ്പോലെ നടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ക്ലീൻ ഷേവ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ഇങ്ങനെയുള്ള മെന്റാലിറ്റി വരാനുള്ള കാരണം ആണുങ്ങൾക്ക് താടി മീശയുണ്ട്, പക്ഷെ പെണ്ണുങ്ങൾക്ക് അതില്ല. സോ ഈ ഒരു കാരണത്താലാണ് നേരത്തെ പറഞ്ഞ ചിന്താഗതി ആളുകൾ വരുന്നത്. Why are you gay? സോ ഗൈസ്, നമ്മളെ ചുറ്റും ഒന്ന് എടുത്തു നോക്കിയാൽ മതി. എത്രയോ ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള മാസ്കുലിൻ ബ്യൂട്ടിയുള്ള ആണുങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ ഹോളിവുഡ് ആക്ടേഴ്സ്, അതുപോലെ ഇന്ത്യൻ ആക്ടേഴ്സ്, ഇവരൊക്കെ ക്ലീൻ ഷേവ് ചെയ്യാറുണ്ട്. അതായത് 90s ഇന്ത്യൻ മോഡൽസിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം ആർക്കും ബീഡില്ല. അവരെല്ലാവരും വളരെ അട്രാക്റ്റീവ് ആണ്, അതുപോലെ തന്നെ മാസ്കുലിൻ ബ്യൂട്ടിയാണ് അവർക്ക്. സോ ഗൈസ്, ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ക്ലീൻ ഷേവ് ചെയ്യാനാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. കാരണം അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള ബിയേഡ് ഗ്രോത്ത് ഉണ്ട്, നിങ്ങൾക്ക് താടി മീശയും വളർത്തുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. കാരണം അത് നിങ്ങളുടെ ചോയ്സാണ്. സോ ഗൈസ്, എല്ലാവരും താടി മീശ ഇല്ലാത്തവരെ കളിയാക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്റ്റിൽ ഒരുപാട് പേര് ഇതിനു വേണ്ടി കളിയാക്കൽ ഏറ്റുവാങ്ങുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്നെ തന്നെ എടുക്കാം. എനിക്ക് ഏകദേശം 20 വയസ്സുണ്ട്, പക്ഷെ എനിക്കൊരു തിക്കായിട്ടുള്ള ബിയേഡ് ഗ്രോത്ത് ഇല്ല. സോ നിനക്ക് താടി മീശയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരിനെ കളിയാക്കിയിട്ടുണ്ട്. സോ എനിക്ക് പാച്ചി ബിയേഡ് ആയതുകൊണ്ടാണ് ഞാൻ ക്ലീൻ ഷേവ് ചെയ്യുന്നത്. സോ എന്നെ പോലെ തന്നെ ആയിരിക്കും ഒരുപാട് പേര്, അതായത് ബിയേഡ് ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ക്ലീൻ ഷേവ് ചെയ്യുന്നത്. ആൻഡ് ഗൈസ്, ഇത് നേരെ തിരിച്ചും വരാം. ഞാൻ ചില ആൾക്കാർക്ക് താടി ഉള്ളവരെയും പിടിക്കില്ല. അതായത് ഒരുപാട് താടി മീശയും വളർത്തുന്നത് ടെററിസ്റ്റ് ആണ്, അതുപോലെ തന്നെ കഞ്ചാവാണ്, ഗുണ്ടയാണ് എന്നുള്ള ചിന്താഗതി ഉള്ളവരുണ്ട്. ഫോർ എക്സാമ്പിൾ ഗൈസ്, നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുകയാണെന്നുണ്ടെങ്കിൽ താടി മീശയൊക്കെ ട്രിം ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് വേണം പോകാനെന്ന് പറയും. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് താടി മീശയും വെച്ചുകൊണ്ട് ഇന്റർവ്യൂവിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ പാസ്സാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ഗൈസ്, താടി മീശ ഇല്ലാത്തവർക്ക് പരിഹാസങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ താടി മീശ ഉള്ളവർക്ക് പരിഹാസങ്ങൾ കേൾക്കാറുണ്ട്. സോ ഗൈസ്, ഞാൻ ഈ ഒരു പറയാൻ ഉദ്ദേശിച്ചത്, ഒരിക്കലും ഒരാളുടെ ലുക്ക് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതായത് ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, ഡോണ്ട് ജഡ്ജ് ബുക്ക് ബൈ എ കവർ. അതായത് ഒരാൾ ഒരിക്കലും പുറമേ കണ്ടിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. സോ ഗൈസ്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ബ്രോ, എനിക്ക് 25 വയസ്സായി, ഇതുവരെ താടി മീശ കളിച്ചിട്ടില്ല. അതുപോലെ ബ്രോ, എനിക്ക് 22 വയസ്സ്, ഇതുവരെ മീശ കളിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെസ്സേജ് എനിക്ക് വരാറുണ്ട്. സോ ഗൈസ്, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര ആളുകൾ പ്രായമായിട്ട് ബിയേഡ് ഗ്രോത്ത് ഇല്ല എന്നുള്ളത്. സോ താടി മീശ ഇല്ലാത്ത ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന എങ്ങനെയെങ്കിലും ഒന്ന് ബിയേഡ് ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സോ ഗൈസ്, ഞാൻ ഈ ഒരു പറയാൻ ഉദ്ദേശിച്ച ഇത്ര മാത്രമാണ്. ക്ലീൻ ഷേവ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ താടി മീശ ഇല്ലാത്തവരൊക്കെ ആണുങ്ങളല്ല, അതുപോലെ ഗേ ആണെന്നുള്ള ചിന്താഗതി ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് താടി വളർത്തുന്നവരെയും ബാഡ് പേഴ്സൺ ആയിട്ട് ചിത്രീകരിക്കാതിരിക്കുക. ആൻഡ് ഗൈസ്, ചില ആളുകൾക്ക് ബിയേഡിനേക്കാളും നല്ലത് ക്ലീൻ ഷേവ് ലുക്ക് ആയിരിക്കും. അതുപോലെ അത് നേരെ തിരിച്ചും വരാം. സോ ഗൈസ്, അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരെന്ത് ചെയ്യണമെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആരെയും അവരുടെ ലുക്സ് വെച്ചിട്ട് കളിയാക്കാതിരിക്കുക. സോ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ക്ലീൻ ഷേവ് ആണോ ബീഡാണെന്ന് കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോ ഒരു കംപ്ലീറ്റ് ഫാഷൻ ആസ്തെറ്റിക്സിൻ്റെ ഗൈഡ് ആയിരിക്കും. അതായത് ഹൗ ടു ഡ്രസ് ബെറ്റർ ഫോർ യുവർ ബോഡി ടൈപ്പ് ആൻഡ് ബെസ്റ്റ് ഫാഷൻ ആസ്തെറ്റിക്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. സോ ഇതുപോലത്തെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ റോഡ് ടു 200K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.